കഴിഞ്ഞ ദിവസം CMRL ഉദ്യോഗസ്ഥരെ ചോദ്യമുനയിൽ നിർത്തിയ EDയുടെ നടപടി തന്നെയാണ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് രംഗവും സജീവമാകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് UAEയിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ 2 ദിവസമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള പല വിമാനങ്ങളും റദ്ദ് ചെയ്തിട്ടുമുണ്ട്. എന്തായാലും ഈ വാർത്തകളുടെയൊക്കെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, നമുക്ക് ആദ്യം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ തേടാം. CMRLനു മേൽ എന്തായാലും ED കുരുക്ക് മുറുക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. രോഹിണി, അങ്ങനെ തന്നെയാണ്. ഇന്നലെ CMRLന്റെ MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ED ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി തവണ ഹാജരാവാൻ നിർദ്ദേശിച്ചിട്ടും ഒഴിഞ്ഞു മാറുകയും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞും മറ്റും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഒരു തരത്തിലും EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാവില്ലെങ്കിൽ വഴങ്ങില്ല എന്ന ഒരു നിലപാടിലേക്ക് CMRL MD പോകുമ്പോഴാണ് അതിന് തടയിട്ടുകൊണ്ട് ഇല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് EDയുടെ അന്വേഷണം മുന്നോട്ട് പോയത്. അതിൻ്റെ ഏറ്റവും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് തന്നെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിനെ നമുക്ക് കാണുകയും ചെയ്യാം. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വിവിധ വിവരങ്ങൾ, അത് രേഖകളായാലും മറ്റു കാര്യങ്ങളായാലും ചോദിച്ചാൽ അത് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അത്തരത്തിൽ ഈ എക്സാലോജിക്കിന് പണം കൈമാറിയത് അടക്കമുള്ള രേഖകൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം ആദായ നികുതി വകുപ്പിന് കൈമാറിയിട്ടുള്ളതാണ്. മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് ആ വിവരങ്ങൾ നൽകേണ്ടതില്ല, അതിന് രഹസ്യ ആണ് എന്ന ഒരു നിലപാടിലേക്കായിരുന്നു CMRL പോയത്. അതിനുശേഷം 3 ജീവനക്കാരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ശശിധരൻ കർത്തയും ചോദ്യം ചെയ്യുമ്പോൾ ഇത്തരം രേഖകളിൽ ചിലതെങ്കിലും അത് നേടിയെടുക്കാൻ EDക്കായിട്ടുണ്ട്. ബാക്കി രേഖകളും ഈ രീതിയിൽ തന്നെ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് EDയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുക. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ വിജയനുള്ള കുരുക്കും മുറുകുന്നു എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ഏറ്റവും പ്രധാനമായി ഇത് ചോദിക്കുന്നത് എന്ത് IT സേവനമാണ് എക്സാലോജിക്ക് എന്ന സ്ഥാപനം നിങ്ങൾക്ക് നൽകിയത്, എന്ത് സേവനത്തിന്റെ പേരിലാണ് പണം കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇതുവരെയും ശശിധരൻ കർത്തയ്ക്കോ CMRLനോ അതേ സാഹചര്യത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണ വിജയനോ ആർക്കും തന്നെ സാധിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു സേവനവും പ്രത്യക്ഷമായി നൽകാതെ പ്രതിഫലം കൈപ്പറ്റുമ്പോൾ അത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം ഉയരുന്നു. ആ ഒരു ചോദ്യം തന്നെയാണ് EDയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനവും. ഒരു തരത്തിലും രാഷ്ട്രീയമല്ലെന്ന വിശദീകരണവും നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വീണ വിജയന് കുരുക്ക് മുറുകുകയാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. രോഹിണി, സുധീഷ്, അത് മാത്രമല്ല നമുക്കറിയാം CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെയാണ് ED ആദ്യം ചോദ്യം ചെയ്തത്. അതിനുശേഷം CMRL MD ശശിധരൻ കർത്തയ്ക്ക് നോട്ടീസ് 2 തവണ നൽകിയെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഒരു പടി കൂടി കടന്നാണ് ED ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് തന്നെ എത്തി ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്തായാലും അതിന് EDക്ക് മുന്നിൽ മറുപടി നൽകിയേ മതിയാകുകയുള്ളൂ. അതുമാത്രമല്ല, വീണ വിജയൻ എക്സാലോജിക് കമ്പനിയും എന്ത് സേവനമാണ് CMRLന് നൽകിയത് എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും. അതോടൊപ്പം ഈ ചുരുക്കപ്പേരുകളിൽ എഴുതി ചേർത്തിരിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് പണം കൈമാറിയത്, ഇവരൊക്കെ ആരാണ് എന്നുള്ളതിലും ഒരു വിശദീകരണം നൽകേണ്ടി വരും. എന്തായാലും കുരുക്ക് മുറുകുക തന്നെയാണ്. രോഹിണി, അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം ഇതിൽ വിനിയോഗിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കിൽ പെടാത്ത പണം അതിൽ ആ ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകളിൽ പെടുത്താത്ത രീതിയിൽ ചിലർക്ക് പണം നൽകുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് IT സേവനത്തിൻ്റെ മറവിൽ എക്സാലോജിക്കിന് പണം കൈമാറുമ്പോൾ അത് എന്തിൻ്റെ പേരിലാണ് എന്നതിൽ വ്യക്തത വരുത്തുക. ആ വ്യക്തത വരുത്തുന്നതാണ് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ചൂണ്ടുവിരലായി മാറാൻ പോകുന്നതും. അത് ഒരു തരത്തിലും അതിനെ പ്രതിരോധിക്കാൻ ഇതുവരെയും CPMനായിട്ടില്ല, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കായിട്ടില്ല എന്നത് തന്നെയാണ് വലിയ ഒരു പ്രതിസന്ധി പാർട്ടിക്കും മറ്റ് മുഖ്യമന്ത്രിക്കും എല്ലാം തന്നെ സൃഷ്ടിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ EDയുടെ ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി കേരള രാഷ്ട്രീയത്തിലെ പല നേതാക്കൾക്കുമെതിരെ ഉള്ള ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. അതിൽ CPM നേതാക്കൾ മാത്രമല്ല, മറ്റു പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ആ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യവും. രോഹിണി.